ഞാൻ കേണു നിന്നിൽ കേഴുന്നു, ഖാദിറെ വാഴ്ത്തുന്നു നിന്നെ അനുദിനം. ആലമുൽ ഗൈബായ സമദും വാഹിദും കാണുമീ ചരാചരങ്ങൾ വാഴ്ത്തുന്നേ. റാഹിമേ ഞാൻ കേണു നിന്നിൽ കേഴുന്നു, ഖാദിറെ വാഴ്ത്തുന്നു നിന്നെ അനുദിനം. റസൂൽ ഹബീബ ഹാജിമേ കാമിലാക്കിത്ത എൻ ഹാജത്താകയും അൽബസറല്ലാവറിയും ഹാഫിലേ. ഖാദിറെ വാഴ്ത്തുന്നു നിന്നെ അനുദിനം. റാഹിമേ ഞാൻ കേളു നിന്നിൽ കേഴുന്നു, നിന്നെ അനുദിനം. ആലമുൽ ഗൈബായ സമദും വാഹിദും കാണുമീ ചരാചരങ്ങൾ വാഴ്ത്തുന്നേ. പ്രസിദ്ധമായ ഈജിപ്തിന്റെ അയൽ രാജ്യമാണ് മിറാഖിഷ്. ഇന്ന് മൊറോക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ രാജ്യം നമ്മുടെ കഥ നടക്കുന്ന കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് തൈമൂസ് എന്ന രാജാവായിരുന്നു. ബുദ്ധിവൈഭവത്തിലും ഭരണ നൈപുണ്യത്തിലും അയൽ രാജ്യങ്ങളിൽ കൂടി പ്രശസ്തനായിരുന്നു തൈമൂസ്. മൊറോക്കോ ദേശമിൽ അധിപതി തൈമൂസ്, അയൽ പ്രദേശമിൽ ബഹുമതിയേറിയ മഹത്വമുള്ളൊരു ഭരണ സ്വരൂപനായി നാടകിലം പുകഴും. ഏറും മലയും മരങ്ങളും നദികളും മലർവനം നിറഞ്ഞ നാടതുമാ. മൊറോക്കോ ദേശമിൽ അധിപതി തൈമൂസ്, അയൽ പ്രദേശമിൽ ബഹുമതിയേറിയ മഹത്വമുള്ളൊരു ഭരണ സ്വരൂപനെ നാടകിലം പുകഴും. ഏറും മലകളും മരങ്ങളും നദികളും മലർവനം നിറഞ്ഞ നാടതുമാ. എല്ലാ പ്രതാപങ്ങളുടെയും വിളനിലമായ തൈമൂസ് രാജാവിന് ആണും പെണ്ണുമായി ഉണ്ടായിരുന്നത് ഒരേ ഒരു സന്താനം മാത്രമായിരുന്നു, സുലൈഖ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, സുലൈഖയെ പ്രസവിച്ച് അധിക നാൾ കഴിയുന്നതിന് മുൻപ് അവളുടെ മാതാവ് ഈ ലോകത്തു നിന്നും അന്ത്യയാത്ര പറഞ്ഞു. മാതാവില്ലാത്ത ദുഃഖം തന്റെ അരുമ മകൾ അറിയരുതെന്ന് തൈമൂസിന് നിർബന്ധമുണ്ടായിരുന്നു. തന്റെ എല്ലാ സ്നേഹവും വാത്സല്യവും ആ പിതാവ് തന്റെ പൊന്നോമന മകൾക്ക് നൽകി. അവളുടെ ഏതൊരാഗ്രഹവും നിർബന്ധവും സാധിച്ചു കൊടുക്കുവാൻ വാത്സല്യനിധിയായ ആ പിതാവ് ഒരുക്കമായിരുന്നു. ഭരണപരമായ ഏത് തിരക്കിലും തന്റെ മകളോടൊത്ത് ചിലവഴിക്കുവാൻ തൈമൂസ് സമയം കണ്ടെത്തി. സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും അന്തരീക്ഷത്തിൽ സൗന്ദര്യത്തിലും സൗശീലത്തിലും കീർത്തി കേട്ടവളായി ആ ബാലിക വളർന്നു. കാലം സുലൈഖയുടെ മേനിയഴകിൽ മായാത്ത വർണ്ണചിത്രങ്ങൾ ചാർത്തി. മോഹിനി സുലൈഖത്ത് ബീവി വളർന്നങ്ങ് മൊട്ടുവിരിഞ്ഞു പ്രായമായപ്പോൾ മധുരപ്പുമേനി കണ്ടാലേതു പുരുഷനും തൻ ബോധം വിട്ട് കുഴഞ്ഞിടുമേ. കോഹിഞ്ഞൂർ മുത്തുപോലെ പ്രകാശിക്കും മുഖവും മാരിവില്ലകം നെറ്റി കരിങ്കോടി പൂരികം ഊഹിക്കാൻ മള്ളിൻകു പോലുള്ള മൂക്കിന്റെ അഴകും ഉന്നുവൻ കരിങ്കു വളപ്പു സമമിഴിയും ഉത്തമ പൂങ്കവളിന്റെ ഒരു ഭാഗമിലും കാതിർ വിളങ്ങും ഉന്നത ചാണക്കല്ലുകണാടിയിലും സൗരഭ്യമേറും മുത്തുപോൾ ദന്തങ്ങൾ നിരനിരമുല്ല മൊട്ടല്ല അത് വരി വരി കെട്ടുന്നങ്ങഴിച്ചിട്ടാൽ വീണ് നീതമ്പത്തിൽ തട്ടുന്ന കരിങ്കൂന്തലാകും നീ. വെട്ടും ചമ്പാവിട ചുണ്ടിന്റെ തുടിവുകൾ മട്ടത്ത മനോഹരമാകും നീ. തിട്ടമദന ജലം നിറഞ്ഞിട്ടാവാം പൊട്ടാത്ത കുംഭം രണ്ട് മാറിലും തിങ്ങി നിറഞ്ഞു നിന്നു മത്സരിച്ചിടുന്നു കന്നീതൻ കാരുണ്യത്തിൻ ചന്തമാം. യുവതിയായ സുലൈഖയുടെ അതുല്യ രൂപലാവണ്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ദൂരദിക്കിലുള്ള പല രാജാക്കന്മാരും നാടുവാഴികളും അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു.
നേരിട്ടും ദൂതന്മാർ മുഖേനയും അവർ തങ്ങളുടെ അഭീഷ്ടം തൈമൂസ് രാജനെ അറിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തനിക്കുടനെ വിവാഹം വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു സുലേഖയ്ക്ക്. തൈമൂസ് രാജാവിന്റെ മനസ്സും മറ്റൊന്നല്ലായിരുന്നു. തന്റെ അരുമ മകളെ പെട്ടെന്ന് പിരിയുവാൻ വാത്സല്യനിധിയായ ആ പിതാവും ഒരുക്കമല്ലായിരുന്നു. സുന്ദര സ്വരൂപി സുലൈഖത്തെ തന്റെ ഖ്യാതി സൂക്ഷ്മമായി ദിക്കഖിലവും അറിഞ്ഞതായി. ചിന്തനം ചെയ്ത പല രാജകുമാരന്മാരും ചെഞ്ചുടലാം വഞ്ചിയെ കല്യാണമാലോചിച്ചേ കെഞ്ചി വരും ഓരോ നാട് വാഴികളം നേരെ കീർത്തിദീനത്തിന്റെ വാർത്ത കേട്ടറിഞ്ഞു നേരെ. സുന്ദര സ്വരൂപി സുലൈഖത്തെ തന്റെ ഖ്യാതി സൂക്ഷ്മമായി ദിക്കഖിലവും അറിഞ്ഞതായി. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി പതിവ് പോലെ സുലേഖ തന്റെ അരമനയിൽ പഞ്ചണമെത്തയിൽ ഉറങ്ങുവാൻ കിടന്നു. ആ ഉറക്കത്തിൽ സുന്ദരമായ ഒരു സ്വപ്നം അവളെ തഴുകി. പുഷ്പാലങ്കൃതമായ പൂന്തോട്ടത്തിൽ സുലേഖ ഏകയായിരിക്കുകയാണ്. പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു സ്വർണ്ണത്തേര് അല്പം അകലെയായി വന്നു നിന്നു. അതിൽ നിന്നും അതികോമള സ്വരൂപനായ ഒരു യുവാവിറങ്ങി. തങ്ക നിറമാർന്ന മേനിയും പ്രകാശം വിതറുന്ന കണ്ണുകളും ശില്പചാതുര്യമാർന്ന അംഗവടിവോടുകൂടിയ ആ സുമുഖൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സുലേഖയുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നീയാണെന്നോടെ ജീവാശദീപം, നീയില്ലാതൊരു ജീവിതമില്ല. നിന്നെ മാത്രം ഞാൻ വെളിയെ കഴിക്കും, നിന്നോടത്യന്തമോളം ജീവിക്കും. നീയാണെന്നുടെ ജീവാസദീപം, നീയില്ലാതൊരു ജീവിതമില്ല. നിന്നെ മാത്രം ഞാൻ വേളി കഴിക്കും, നിന്നോടത്യന്തമോളം ജീവിക്കും. സുലേഖ, ഞാൻ നിനക്കുള്ളതും നീ എനിക്കുള്ളതുമാണ്. എനിക്ക് വേണ്ടി നീ കാത്തിരിക്കണം. ഇത്രയും പറഞ്ഞ് ആ യുവാവ് സുലേഖയുടെ കരം ഗ്രഹിച്ചു. അവളെ തന്നിലേക്കുയർത്തി. ഒരു മായിക ശക്തിയാലെന്ന പോലെ അവൾ അയാളുടെ മാറിൽ അമർന്നു. പ്രേമപരവശിയായ ആ യുവമിഥുനങ്ങൾ ആ മലർവനിയിൽ ആടിപ്പാടി നടന്നു. സന്തോഷഭരിതമായ നിമിഷങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് സ്വപ്നത്തിൽ നിന്നും സുലേഖ ഞെട്ടി ഉണർന്നു. അവൾ ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. താൻ കണ്ടത് സ്വപ്നമാണോ? പിന്നീട് അവൾക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. സ്വപ്നത്തിൽ വന്ന് തന്റെ ഹൃദയം അപഹരിച്ച ആ സുന്ദര യുവാവിന്റെ പുഞ്ചിരിയോർന്ന വദനം അവളുടെ മനോമുഗ്രത്തിൽ തെളിഞ്ഞു. അന്നോളം അനുഭവിക്കാത്ത മധുരാനുഭൂതികളിൽ ലയിച്ച് അവൾ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. അന്ന് അവൾ തന്റെ അറയിൽ നിന്നും പുറത്തേക്കിറങ്ങിയില്ല. പതിവ് പോലെ തന്റെ തോഴികളോടൊത്ത് ഉല്ലസിക്കുവാനോ കൊട്ടാരത്തിൽ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കുവാനോ അവൾ പോയില്ല. ആരോടും മിണ്ടാതെ ഏകയായി അവൾ തന്റെ അരമനയിൽ തന്നെ കഴിച്ചുകൂട്ടി. തലേ ദിവസം താൻ കണ്ട സ്വപ്നകാമുകന്റെ രൂപം ഒരു നോക്കുകൂടി കാണുവാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. അകതാരിലെപ്പോഴും താൻ കണ്ട സുന്ദര രൂപന്റെ ഓർമ്മയിൽ കൂടുങ്ങി ആവേശം പോലെന്റെ ആഗ്രഹം തീർക്കാനാ രൂപം ഞാൻ കാണുമോ? ആവളവാളന്റെ ഒരേത് പേരെന്തെന്നൊന്നും അറിയില്ല. മോഹിപ്പിച്ചോടി മറഞ്ഞവനെന്നിനി എത്തുമറിയില്ല. അകതാരിലെപ്പോഴും താൻ കണ്ട സുന്ദര രൂപന്റെ ഓർമ്മയിൽ കൂടുങ്ങി ആവേശം പോലെന്റെ ആഗ്രഹം തീർക്കാനാ രൂപം ഞാൻ കാണുമോ? എന്നാൽ തുടർന്നുള്ള 2 ദിവസങ്ങളിൽ സുലേഖയിൽ സ്വപ്നദർശനമുണ്ടായില്ല. അവൾക്ക് അതിയായ ദുഃഖം തോന്നി. ഗ്രഹാതിരിയായ അവൾ ഊണും മുറക്കവും ഉപേക്ഷിച്ചു. സദാ മൂകയായി തന്റെ അരമനയിൽ തന്നെ കഴിഞ്ഞുകൂടി. ഉല്ലാസവതിയായി
ആടിപ്പാടി നടന്നിരുന്ന രാജകുമാരിയിൽ വന്ന പെട്ടെന്നുള്ള ഈ മാറ്റം തോഴിമാരെ ഉത്കണ്ഠാകുലരാക്കി. അവർ കുമാരിയോട് വിവരങ്ങൾ അന്വേഷിച്ചെങ്കിലും ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് സുലൈഖ അവരെയെല്ലാം മടക്കി അയച്ചു. എന്നാൽ 3-ാം ദിവസം രാത്രിയിൽ സ്വപ്നത്തിൽ ആ യുവതരുണൻ സുലൈഖയുടെ സമീപമെത്തി. നീയാണെന്നൂടെ ജീവാശദീപം, നീയില്ലാതൊരു ജീവിതമില്ല. നിന്നെ മാത്രം ഞാൻ വേലി കഴിക്കും, നിന്നോടൊത്തന്ത്യമോളം ജീവിക്കും. നീയാണെന്നൂടെ ജീവാശദീപം, നീയില്ലാതൊരു ജീവിതമില്ല. ആ യുവമിഥുനങ്ങൾ പൂന്തോട്ടത്തിൽ ആടിപ്പാടി ഉല്ലസിച്ചു. സ്വപ്നത്തിന്റെ അന്ത്യത്തിൽ സുലൈഖ ഞെട്ടി ഉണർന്നു. സന്തോഷവും സന്താപവും അവളുടെ മനസ്സിനെ മഥിച്ചു. പിന്നീട് അവൾക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. സ്വപ്നത്തിൽ വന്ന് തന്റെ ഹൃദയം അപഹരിച്ച ആ യുവകോമളൻ എപ്പോഴെങ്കിലും തന്റെ സമീപത്തെത്തുമെന്ന് സുലൈഖ ദൃഢമായി വിശ്വസിച്ചു. ആ യുവാവിനെ അല്ലാതെ മറ്റാരെയും താൻ ഭർത്താവായി സ്വീകരിക്കുകയില്ല എന്ന് അവൾ മനസ്സുകൊണ്ടുറച്ചു. ആ സുദിനത്തിനായി എത്ര കാലം കാത്തിരിക്കുവാനും അവൾ ഒരുക്കമായിരുന്നു. തന്റെ സ്വപ്നകുമാരനെ കുറിച്ചുള്ള മധുര സ്മരണകളിൽ മുഴുകി ഏകയായി വിഷാദമോഹിയായി അവൾ തന്റെ അരമനയിൽ കഴിഞ്ഞുകൂടി. രാജകുമാരിയിൽ സംഭവിച്ച ഈ മാറ്റങ്ങൾ തോഴിമാരെ ആശങ്കാകുലരാക്കി. അവരുടെ മനസ്സിലിരിപ്പ് അറിയുവാൻ അവൾ വളരെ നയത്തോടെ സുലേഖയെ സമീപിച്ചു. അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിനു മുൻപിൽ ഒന്നും മറച്ചുവെക്കുവാൻ സുലേഖയ്ക്കായില്ല. തന്റെ സ്വപ്നത്തെക്കുറിച്ചും സ്വപ്നകുമാരനെ കുറിച്ചുമുള്ള കഥകളെല്ലാം സുലേഖ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു ദിനമെൻ പഞ്ചണമേലുറങ്ങിടുന്ന നേരം ഉദിച്ച നില കണക്കെ ഒരു സുമുഖൻ വന്ന് തോഴി. ഇറങ്ങി എന്റെ അരികിലവൻ കരം പിടിച്ചും കൊണ്ട്, നീ എനക്കും ഞാൻ നിനക്കും എന്ന് ഭാഷമുണ്ട്. പുലരുവോളം ഞാൻ ഉറങ്ങിയില്ലെന്ന് പുതുമാരനെ നിലച്ച്, പടപ്പിലഴക് അതുപോലില്ലവൻ നാഥനെന്ന് ഞാൻ ഉറച്ച്. ഒരു ദിനമെൻ പഞ്ചണമേലുറങ്ങിടുന്ന നേരം ഉദിച്ച നില കണക്കെ ഒരു സുമുഖൻ വന്ന് തോഴി. രാജകുമാരിയുടെ സ്വപ്നകഥകൾ കേട്ട തോഴിമാർ അവളെ ഉപദേശിച്ചു. കുമാരി, ഇത് വെറും ഒരു പാഴ്ക്കിനാവാണ്. ബാലിശമായ ഈ സ്വപ്നത്തിന്റെ പേരിൽ കുമാരി ഇങ്ങനെ പ്രയാസപ്പെടരുത്. ഇല്ല, ഞാൻ കണ്ടത് പാഴ്ക്കിനാവല്ല. അദ്ദേഹം തീർച്ചയായും എന്റെ സമീപത്തെത്തും. അതെനിക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിനു വേണ്ടി എന്റെ ജീവിതകാലം മുഴുവനും കാത്തിരിക്കുവാനും ഞാൻ ഒരുക്കമാണ്. നിരാശരായി തോഴിമാർ മടങ്ങി. അവർ ഈ വാർത്തകൾ തൈമൂസ് രാജാവിനെ അറിയിച്ചു. ആശങ്കാകുലനായ തൈമൂസ് ഉടൻ തന്നെ പുത്രിയുടെ അരമനയിലെത്തി. ജാലകപ്പഴുതിലൂടെ അങ്ങ് വിദൂരതയിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്ന തന്റെ പുത്രിയെ കണ്ട് തൈമൂസ് വിളിച്ചു. സുലേഖ. അവൾ ചിന്തയിൽ നിന്നും ഞെട്ടിത്തിരിച്ചു. പിതാവിനെ കണ്ട് അവൾ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഓടിയെടുത്തു. ബാപ്പാ. മോളെ, കാര്യങ്ങളെല്ലാം നിന്റെ തോഴിമാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. നിന്റെ ആഗ്രഹപ്രകാരം ഏതൊരു പുരുഷനെയും വിവാഹം ചെയ്തു തരുവാൻ ഈ ബാപ്പ എപ്പോഴും ഒരുക്കമാണ്. പക്ഷേ സ്വപ്നത്തിൽ മാത്രം കണ്ട ഒരു പുരുഷനെ കുറിച്ച് ആലോചിച്ച് എന്റെ മോൾ ഇങ്ങനെ വേദനിക്കുന്നത് ശരിയാണ്? പിതാവിന്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. തൈമൂസ് വാത്സല്യപൂർവ്വം അവളുടെ ശിരസിൽ തലോടി. മോളെ, നിന്റെ സന്തോഷമാണ് ഈ ബാപ്പ ആഗ്രഹിക്കുന്നത്. ഊരും പേരും അറിയാത്ത ഒരാളെ കുറിച്ച് ഓർത്ത് എന്റെ മകൾ കണ്ണുനീരും കൈയുമായി കഴിയുമ്പോൾ ഈ ബാപ്പയ്ക്ക് എന്ത് സമാധാനമാണ് ഉണ്ടാകുന്നത്? മോളെ, ബാപ്പ, ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ പുരുഷൻ തീർച്ചയായും എന്റെ സമീപത്തെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം തീർച്ചയായും എന്റെ സമീപത്തെത്തും. തൈമൂസ് ആകെ ചിന്താക്കുഴപ്പത്തിലായി. തന്റെ മോൾക്ക് ചിത്തഭ്രമം സംഭവിച്ചോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു. അല്പനേരം അദ്ദേഹം ചിന്താധീനനായി നിന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അത്രയും വിശ്വാസമുള്ള സ്ഥിതിക്ക് ഇനിയും ആ യുവാവിനെ സ്വപ്നത്തിൽ കാണുമ്പോൾ അയാൾ ആരാണെന്ന് ചോദിക്കുക. ആരാണെന്നറിഞ്ഞാൽ നമുക്ക് വേണ്ട വിധം ചെയ്യാം. പിതാവിന്റെ നിർദ്ദേശം സുലേഖ സമ്മതിച്ചു. ദിവസങ്ങൾ പലതും കടന്നുപോയി. സുലേഖയിൽ സ്വപ്ന ദർശനം ഉണ്ടായില്ല. ഓരോ ദിവസം കഴിയുന്തോറും സുലേഖ കൂടുതൽ പരിക്ഷീണയായി. തന്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പല മന്ത്രവാദികളെയും വൈദ്യന്മാരെയും കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി. പല കർമ്മങ്ങളും ചെയ്യിച്ചു. എന്നാൽ സുലേഖയിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. അപ്രതീക്ഷിതമായി ഒരു ദിവസം
സുലേഖയിൽ വീണ്ടും സ്വപ്നദർശനമുണ്ടായി. നീയാണെന്നോടെ ജീവാശദീപം, നീയില്ലാതൊരു ജീവിതമില്ല. നിന്നെ മാത്രം ഞാൻ വേളി കഴിക്കും, നിന്നോടൊത്തന്ത്യമോളം ജീവിക്കും. നീയാണെന്നോടെ ജീവാശദീപം, നീയില്ലാതൊരു ജീവിതമില്ല. പ്രേമലോലുപനായി തന്റെ സമീപത്തെത്തിയ പ്രാണനാഥന്റെ കരം കവർന്നുകൊണ്ട് സുലേഖ ചോദിച്ചു, നാഥ ഉമൈരാജകുമാരൻ തന്റെ നാടും കൂടിയേതെന്നറിഞ്ഞിടട്ടെ. സാധാരണ വന്നി മലമുഖത്തെ സന്തോഷമിൽ കാട്ടി രസിപ്പിക്കാമോ. നാഥ ഉമൈരാജകുമാരൻ തന്റെ നാടും കൂടിയേതെന്നറിഞ്ഞിടട്ടെ. അവളുടെ ഈ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ യുവകോമളൻ പറഞ്ഞു, കാനക്കുയിലേക്കൾ പടച്ചവന്റെ കാരുണ്യമുണ്ടെങ്കിൽ പൊരുപ്പിക്കും നാം. വാണിജ്യ നാടായ മിസറിൻ മന്നൻ ആയ മഹാരാജൻ രസിസാണു ഞാൻ. ഈണത്തിലൊപ്പിച്ചു വിവരം ചൊല്ലി ഇണയായവൻ തോഴൻ മറഞ്ഞു പോയേ. കാനക്കുയിലേകൾ പടച്ചവന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഒരുമിക്കും നാം. സുലേഖ, ഞാൻ ഈജിപ്തിലെ അസീസാണ്. സ്വപ്നത്തിൽ നിന്നും സുലേഖ ഞെട്ടി ഉണർന്നു. അവളുടെ കാതുകളിൽ അപ്പോഴും ആ വാക്കുകൾ മുഴങ്ങുന്നതായി അവൾക്ക് തോന്നി. സുലേഖ, ഞാൻ ഈജിപ്തിലെ അസീസാണ്, ഞാൻ ഈജിപ്തിലെ അസീസാണ്. ആഹ്ലാദഭരിതയായ അവൾ ഉടൻ തന്നെ ഈ വിവരം തൈമസ് രാജാവിനെ അറിയിച്ചു. പ്രിയമുള്ളവരെ, അസീസി എന്നത് ഒരു സ്ഥാനപ്പേരാണ്. ഈജിപ്തിലെ ചക്രവർത്തിയുടെ കീഴിൽ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളെ ആയിരുന്നു അസീസ് എന്ന് വിളിച്ചിരുന്നത്. അക്കാലത്ത് ഈജിപ്തിലെ ചക്രവർത്തി റയ്യാൻ ഇബ്നു വലീദായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ അസീസായി ഭരണം നടത്തിയിരുന്നത് ഖിത്ഫീർ എന്ന ആളായിരുന്നു. ഭരണ നൈപുണ്യത്തിലും ബുദ്ധി സാമർഥ്യത്തിലും പേരുകേട്ട സുമുഖനായ ഖിത്ഫീർ അയൽ രാജ്യങ്ങളിലും പ്രശസ്തനായിരുന്നു. ഈജിപ്തിലെ പ്രശസ്തനായ ഖിത്ഫീറിനെയാണ് തന്റെ മകൾ സ്വപ്നത്തിൽ കണ്ട പുരുഷൻ എന്ന് മനസ്സിലാക്കിയ തൈമൂസ് പിറ്റേ ദിവസം തന്നെ ഖിത്ഫീറിന് ഒരു കത്തെഴുതി. മിസറിലെ അസീസായ ഖിത്ഫീറിന് മൊറോക്ക രാജാവ് തൈമൂസ് അറിയിക്കുന്നത്, എന്റെ മകൾ സുലേഖയെ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരുവാൻ നാം ആഗ്രഹിക്കുന്നു. ഈ കാര്യത്തിൽ താങ്കളുടെ തീരുമാനം എന്തെന്ന് ഉടനെ അറിയിക്കുക. കത്തുമായി തൈമൂസിന്റെ ദൂതൻ മിസറിലെ ഖിത്ഫീറിന്റെ കൊട്ടാരത്തിലെത്തി. കത്ത് വായിച്ച ഖിത്ഫീറിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. മിറാഖിഷി രാജകുമാരി തനിക്ക് കിട്ടാവുന്ന സൗഭാഗ്യമായി അയാൾ കരുതി. സന്തോഷപൂർവ്വം തന്റെ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള കത്തും അളവറ്റ പാരിതോഷികങ്ങളും നൽകി ഖിത്ഫീർ ആ ദൂതനെ യാത്രയാക്കി. അങ്ങനെ ആ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. കൽബിൽ 1000 വർണ്ണക്കിനാക്കളോടെ സുലേഖ ആ സുദിനം കാത്തിരുന്നു. ഭാവനയുടെ ചിറക് വിരിച്ച് മധുര സ്വപ്നങ്ങളുടെ സാമ്രാജ്യത്തിൽ അവളുടെ ഹൃദയം പറന്നുയർന്നു. മംഗലത്തിന്റെ ആദ്യരാവാകും അന്നേ മാരൻ സ്വപ്നത്തിൽ കണ്ടാളാകും. ചെങ്ങാതിയെ അന്നേ കാണേണം, കുറെ സംഗതികൾ അന്വേഷിക്കണം. തിങ്ങിയ ആഗ്രഹം തീർക്കേണം, അന്ന് സൂത്രം പറഞ്ഞ് പറ്റിക്കേണം. ഭംഗി കണ്ടൊന്നാസ്വദിക്കേണം, നന്നായി ഭർത്താവിനെ ആദരിക്കേണം. മംഗല്യത്തിന്റെ ആദ്യരാവാകും അന്നേ മാരൻ സ്വപ്നത്തിൽ കണ്ടാളാകും. ചെങ്ങാതിയെ അന്ന് കാണേണം, കുറെ സംഗതികൾ അന്വേഷിക്കേണം. വിവാഹ ദിവസം സമാഗതമായി.
പണപ്പകുട്ടി പരിമള പന്തലിൽ തുരുതുര വമിച്ചിടുന്നേ. അന്നവിടങ്ങും നടന്നില്ലത് പോലൊരു കല്യാണ സമയങ്ങൾ പണപ്പകുട്ടിൻ പരിമളം പന്തലിൽ തുരുതുര വമിച്ചിടുന്നേ. മണി കഴിച്ച് മണ്ഡപം തന്നിൽ ഉണ്ടതി ചിത്ര മനോഹര ദീപം പകലിരവോ അറിഞ്ഞവൻ തരമില്ല അതിശയ വർണ്ണമതേ. മണി കഴിച്ച് മണ്ഡപം തന്നിൽ ഉണ്ടതി ചിത്ര മനോഹര ദീപം പകലിരവോ അറിഞ്ഞിടാൻ തരമില്ല അതിശയ വർണ്ണമതേ. മണിമകുടം ചാർത്തിയ മന്നന്മാർ പണക്കാർ സമമുള്ള പ്രമാണികൾ മതിമയങ്ങി മണ്ഡപം തന്നിൽ ഉണ്ട് മനോഹരമേ. മണിമകുടം ചാർത്തിയ മന്നന്മാർ പണക്കാർ സമമുള്ള പ്രമാണികൾ മതിമയങ്ങി മണ്ഡപം തന്നിൽ ഉണ്ട് മനോഹരമേ. അന്നവിടങ്ങും നടന്നില്ലത് പോലൊരു കല്യാണ സമയങ്ങൾ പണപ്പകുട്ടിൽ പരിമളം പന്തലിൽ തുരുതുര വമിച്ചിടുന്നേ. അന്ന് ആ നഗരവാസികൾക്ക് ഒരു ഉത്സവം തന്നെയായിരുന്നു. എങ്ങും കൊടിത്തോരണങ്ങൾ, അലങ്കാരങ്ങൾ, ആർപ്പുവിളികൾ. തങ്ങളുടെ രാജകുമാരിയുടെ വിവാഹ സുദിനത്തിൽ പങ്കെടുക്കുവാൻ ആബാലവൃദ്ധം ജനങ്ങളും മിറാക്കിഷ് കൊട്ടാരത്തിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങി. വിവാഹ മുഹൂർത്തം അടുക്കുംതോറും ജനങ്ങളുടെ തിക്കും തിരക്കും വർദ്ധിച്ചു വന്നു. കൊട്ടാര അരമനയിൽ പുതുമണവാട്ടിയായ സുലേഖയെ തോഴികൾ അണിയിച്ചൊരുക്കുന്ന തിരക്കിലാണ്. മൈക്കണ്ണി സുലേഖയെ സാഖിവാരോ തേമേനി പുളികാരിത്ത് കൈതപ്പൂമാണമുള്ള മുടിയഴിത്ത് പരിമളങ്ങൾ ചേർത്ത് ചേർത്തതും ചീവിമിനൊക്കെയ ചുരുൾമുടി ചിത്തിര ചെമ്പവിഴത്തിലുമോടി ചെമ്മതി പോൾ മുഖം മൊഞ്ചുകൾ കൂടി ഗുണമേറും നീളം നീല ഉദിച്ച പോലെ നെറ്റി തിളങ്ങും ചേല കുമരി തൻ പൂരികത്തിൽ കാരിങ്കോടികൾ രണ്ടും നിറുത്തിയ പോൽ പൊന്മകൾ കണ്ണുകൾ പുഴയിലെ മീൻ പോൽ പൊൻകവിൽ രണ്ടുമ ചാണകല്ലുപോൽ പുഞ്ചിരി കാണുകിൽ മാതള കുരുപോൽ പൈക്കണ്ണി സുലേഖയെ സഖിവാരോ തേമേനി കുളി കഴിത്ത് കൈതപ്പൂമണമുള്ള മുടിയഴിത്ത് പരിമളങ്ങൾ ചേർത്ത്. വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. മണവാട്ടിയായ സുലേഖയെ തോഴികൾ ഉന്തിയും തള്ളിയും മണിയറയിലേക്ക് കടത്തിവിട്ടു. ബാല്യകൾ ചുറ്റും നിന്നാനന്ദ ഗാനങ്ങൾ പാടി കരങ്ങൾ കൊട്ടി കാളി പറഞ്ഞാമോദം തട്ടിക്കൊട്ടി പുതു പെണ്ണിൻ ലാവണ്യങ്ങൾ പുകഴ്ത്തി. പൂമത്തമേനിയിൽ ആമുത്തുമാരൻ മണം കൊള്ളും രാവിതല്ലോ പുത്തൻ ചൂട് ചുംബനമേകുമല്ലോ അമ്മച്ചിക്ക് സമ്മാനം നൽകുമല്ലോ. ബാല്യകൾ ചുറ്റും നിന്നാനന്ദ ഗാനങ്ങൾ പാടി കരങ്ങൾ കൊട്ടി കളി പറഞ്ഞാമോദം തട്ടിക്കൊട്ടി പുതു പെണ്ണിൻ ലാവണ്യങ്ങൾ പുകഴ്ത്തി. പരിമളമൂറുന്ന മണിയറയിൽ നമ്രശിരസ്കയായി ചേതോഹരമായ ഒരു ശില്പം പോലെ അവൾ നിന്നു. മണവാളനായ ഖിത്ഫിർ സാവധാനം അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. തന്റെ സ്വപ്ന കാമുകന്റെ മുഖം ഒരു നോക്ക് കാണുവാനുള്ള അത്യാവേശത്താൽ സുലേഖ തന്റെ മൂടുപടം മെല്ലെ മാറ്റി. സുലേഖ ഞെട്ടി പുറകോട്ട് മാറി. പേടിച്ചരണ്ട ഒരു മാൻ പേട കണക്കെ അവൾ ഖിത്ഫിറിന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. ആരാണ് ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ? ഖിത്ഫിർ പരിഭ്രാന്തനായി. സുലേഖ, ഇത് ഞാനാണ് ഖിത്ഫിർ, നിന്റെ ഭർത്താവ്. ഇല്ല, അങ്ങെന്റെ ഭർത്താവല്ല, അദ്ദേഹം നിങ്ങളല്ല. ഖിത്ഫിർ സുലേഖയുടെ കൈക്ക് കടന്നു പിടിച്ചു. സുലേഖ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്കെന്ത് സംഭവിച്ചു? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽക്കൽ വീണു. പ്രഭു, അങ്ങെന്നോട് ക്ഷമിക്കൂ. അങ്ങയെ ഭർത്താവായി കാണുവാൻ എനിക്ക് സാധ്യമല്ല. എന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആത്മനാഥൻ നിങ്ങളല്ല. ദുഃഖ പാരവശ്യത്താൽ
അവൾ തന്റെ സ്വപ്ന കഥകൾ ഖിത്ഫീറിനെ പറഞ്ഞു കേൾപ്പിച്ചു. ഹൃദയം പൊട്ടുന്ന വേദനയോടെ നിശ്ചലനായി നിന്ന് ഖിത്ഫീർ ആ കഥകളെല്ലാം കേട്ടു. താൻ പടുത്തുയർത്തിയ സ്വപ്ന സൗധങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒന്നൊന്നായി തകർന്നടിയുന്ന കാഴ്ച അയാൾ നോക്കിക്കണ്ടു. കഥകളെല്ലാം കേട്ടുകഴിഞ്ഞ ഖിത്ഫീർ പറഞ്ഞു, സുലേഖ, ഇന്ന് എന്റെയും നിന്റെയും രാജ്യവാസികൾ ആകമാനം അറിഞ്ഞ് വിവാഹിതരായവരാണ് നമ്മൾ. നാളെ നീ എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് നാട്ടുകാരറിഞ്ഞാൽ തകർന്നു വീഴുന്നത് ഞാൻ ഇന്നോളം പടുത്തുയർത്തിയ എന്റെ സൽപ്പേരാണ്. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. നിന്നെ വിവാഹം കഴിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നിന്റെ പിതാവിന്റെ കത്ത് കിട്ടിയപ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന് അഹങ്കരിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ഞാനാണെന്ന്. അതിലെനിക്ക് പരാതിയില്ല. പക്ഷേ എന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ നാട്ടുകാരുടെ മുൻപിൽ നീ എന്റെ ഭാര്യയായി അഭിനയിച്ചേ പറ്റൂ. ഇതിൽ പരമൊന്നും എനിക്ക് പറയുവാനില്ല. ഇത്രയും പറഞ്ഞ് അയാൾ ആ മുറിയിൽ നിന്നും ഇറങ്ങി നടന്നു. മനക്കോട്ടകൾ ഇരുവരെയും തകർന്നാകെ നിലം പരിചായവരന്ന് മനമാകെ വെന്തി വിയർത്ത് നിരാശയിൽ കരയും നീ. മനസ്സിൽ നിനത്തെ മണവാളൻ ചന്ദ്രകുമാരൻ നല്ല ഈ പുരുഷൻ മഹാറാണി പറഞ്ഞറയിൽ മനം പൊട്ടിക്കരഞ്ഞിടുമേ. മനക്കോട്ടകൾ ഇരുവരെയും തകർന്നാകെ നിലം പരിചായവരന്ന് മനമാകെ വെന്തി വിയർത്ത് നിരാശയിൽ കരയും നീ. ആ രാത്രി അവസാനിച്ചു. പിറ്റേന്ന് പ്രഭാതമായി. വധുവരന്മാരെ മിസറിലേക്ക് കൊണ്ടുപോകുവാൻ രാജസേവകരും സ്വർണരഥങ്ങളും തയ്യാറായി കഴിഞ്ഞു. നൊമ്പരം മനസ്സിലുയരുമ്പോഴും തന്റെ പിതാവിന്റെ മുൻപിൽ സന്തോഷവതിയായിരിക്കുവാൻ സുലൈഖ പ്രത്യേകം ശ്രദ്ധിച്ചു. അളവറ്റ സമ്പത്തുകളോടൊപ്പം സുലൈഖയുടെ ഉറ്റ തോഴിയായ ജമീലയെ കൂടി തൈമുസ് തന്റെ പുത്രിയോടൊപ്പം മിസറിലേക്ക് അയച്ചു. ആ സംഘം മിസറിനെ ലക്ഷ്യമാക്കി യാത്രയായി. മിസറിൽ അസീസിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന സുലൈഖ തലേ ദിവസമുണ്ടായ എല്ലാ കഥകളും ജമീലയെ പറഞ്ഞു കേൾപ്പിച്ചു. ഹൃദയം പൊട്ടുന്ന വേദനയാൽ അവൾ ആ രാജകീയ തൽപ്പത്തിൽ മുഖം അമർത്തി തേങ്ങി തേങ്ങി കരഞ്ഞു. സാന്ത്വന വാക്കുകളാൽ ജമീലത്ത് ആവുന്നതും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ദുഃഖപാരവശ്യത്താൽ തളർന്നുപോയ സുലൈഖ ആ തൽപ്പത്തിൽ കിടന്ന് അല്പം മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ആരോ തന്നോട് ഇപ്രകാരം വിളിച്ചു പറയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. സുലൈഖ, നീ ദുഃഖിക്കേണ്ട. നിന്റെ ആത്മനാഥൻ ഈ കൊട്ടാരത്തിൽ നിന്റെ സമീപമെത്തും. സുലൈഖ ഞെട്ടി എഴുന്നേറ്റു. അവളുടെ മനസ്സിൽ അതിയായ സന്തോഷവും സമാധാനവും തോന്നി. ശാരീരികമായ ബന്ധങ്ങളില്ലാതെ തന്നെ ഖിത്ഫീറിനോട് സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുവാൻ അവൾ തീരുമാനിച്ചു. ബീഗം സുലൈഖത്തും മിസർ ഭരിക്കും അസീസുമായി മാനസ ഭിന്നതയൊക്കെ ഒതുക്കി തുടർന്നിടും കനവിൽ കണ്ട നിലാവിനെ നോക്കി വേദാന്തങ്ങൾ ഉരച്ച് മാരനമെല്ലനെ സാന്ത്വനമാക്കി ദിനം പോക്കും അസീസുമായി കഴിഞ്ഞിടും ബീഗം സുലൈഖത്തും മിസർ ഭരിക്കും അസീസുമായി മാനസ ഭിന്നതയൊക്കെ ഒതുക്കി തുടർന്നിടും കനവിൽ കണ്ട നിലാവിനെ നോക്കി വേദാന്തങ്ങൾ ഉരച്ച് മാരനമെല്ലനെ സാന്ത്വനമാക്കി ദിനം പോക്കും അസീസുമായി കഴിഞ്ഞിടും. ദിവസങ്ങൾ ഓരോന്നായി പിന്നിട്ടുകൊണ്ടിരുന്നു. അന്ന് ഒരു വിശേഷ വാർത്തയുമായാണ് ജമീല സുലൈഖയുടെ സമീപമെത്തിയത്. മഹാറാണി, ഒരു വിശേഷം അറിഞ്ഞോ? നമ്മുടെ അടിമച്ചന്തയിൽ ഷാമിൽ നിന്നും ഒരു അടിമയെ കൊണ്ടുവന്നിരിക്കുന്നു. യൂസുഫ് എന്നാണ് അയാളുടെ പേര്. അതുല്യ തേജസ്സും അനുപമമായ സൗന്ദര്യമുള്ള ആ അടിമയെ കാണാൻ ആളുകൾ തിക്കും തിരക്കുമുണ്ടാക്കുകയാണ്. ഓരോ ദിനാർ വാങ്ങിയിട്ടാണ് ഉടമസ്ഥൻ ആ അടിമയെ കാണിക്കുന്നത് തന്നെ. ജമീലയുടെ വർണ്ണന കേട്ടപ്പോൾ ആ അടിമയെ കാണാനുള്ള മോഹം സുലൈഖയ്ക്കുണ്ടായി. അന്ന് രാത്രിയിൽ ഖിത്ഫീറിനോട് സുലൈഖ തന്റെ അഭീഷ്ടം അറിയിച്ചു. പിറ്റേ ദിവസം തന്നെ അടിമച്ചന്തയിൽ ചെന്ന് ആ അടിമയെ കാണാം എന്ന് ഖിത്ഫീർ സുലൈഖയ്ക്ക് വാക്കുകൊടുത്തു. എന്നാൽ പുതിയൊരു വിളംബരം കേട്ടുകൊണ്ടാണ് പിറ്റേ ദിവസം ആ നഗരം ഉണർന്നത്. അല്ലയോ ജനങ്ങളെ, ഷാമിൽ നിന്നും കൊണ്ടുവന്ന അതുല്യ സൗന്ദര്യവാനായ യൂസുഫ് എന്ന അടിമയെ ലേലത്തിൽ വിൽക്കുവാൻ മാലിക് തീരുമാനിച്ചിരിക്കുന്നു. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കഴിയുന്നത് വേഗം അടിമച്ചന്തയിൽ എത്തിച്ചേരുവാൻ ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഈ വിളംബരം കേട്ട ജനങ്ങൾ
ലേലത്തിൽ പങ്കെടുക്കുന്നതിനും വിശേഷങ്ങൾ കാണുന്നതിനുമായി അടിമച്ചന്തയിലേക്ക് പ്രവഹിച്ചു. ഈ സമയം കച്ചവട പ്രമാണിയായ മാലിക് യൂസുഫിനെ കുളിപ്പിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പൂശി മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിപ്പിച്ച് തലയിൽ ഒരു കിരീടവും അണിയിച്ചു. ആ വേഷത്തിൽ യൂസുഫിന്റെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിച്ചു. അഞ്ജനക്കണ്ണെ തിളങ്ങും വട്ടമുഖമാണേ, അഞ്ചിടുമാരും അവരെ കാണുകിൽ നിജമാണേ. നെഞ്ചി വിരിവോടെ കൊടുത്തുള്ള കവിളാണേ, നായകന്റെ രൂപപോലം തങ്കനിറമാർന്നേ. മൊഞ്ചിലുള്ള കൂട്ടുപിരി ഗംഭുജലാണേ, മോഹന ചുണ്ട് പവിഴത്തിന്റെയോ സുഭാണേ. തഞ്ചമിൽ ചിരിച്ചു കണ്ടാൽ നല്ല സൂറത്താണേ, കാവകണ്ടഴകുരയാളില്ല വാക്കൊന്നാണേ. അഞ്ജന കണ്ണെ തിളങ്ങും വട്ടമുഖമാണേ, അഞ്ചിടുമാരും അവരെ കാണുക നിറമാണേ. ജനങ്ങൾ ലേലം നടക്കുന്ന മണ്ഡപത്തിനു ചുറ്റുമായി തിങ്ങി നിറഞ്ഞു. ഈ സമയം അസീസും പത്നിയും പരിവാരങ്ങളും ആ അടിമച്ചന്തയിലേക്ക് കടന്നു വന്നു. അസീസിനെ കണ്ടതും ജനങ്ങൾ ഭവ്യതയോടെ മാറി നിന്ന് അവർക്ക് വഴിമാറിക്കൊടുത്തു. കച്ചവട പ്രമാണിയായ മാലിക് ബഹുമാന പുരസരം ഖിത്തിഫീറിനെയും സുലേഖയെയും മണ്ഡപത്തിന് ഒരു ഭാഗത്തേക്ക് ആനയിച്ചു. ലേലത്തിനുള്ള സമയമായി. മാലിക് യൂസുഫിനെ കൊണ്ടുവന്ന് ആ മണ്ഡപത്തിൽ ഒരുക്കിയിരുന്ന ഉയർന്ന പീഠത്തിൽ ഇരുത്തി. ആ സുന്ദരമുഖത്തേക്ക് സുലേഖ അത്ഭുതത്തോടെ നോക്കി. അഞ്ജനക്കണ്ണെ തിളങ്ങും വട്ടമുഖമാണേ, അഞ്ചിടുമാരും അവരെ കാണുകിൽ നിജമാണേ. നെഞ്ചു വിരിവോടെ തുടുത്തുള്ള കവിളാണേ, നായകന്റെ രൂപപോലം തങ്കനിറമാണേ. മുഞ്ചിലുള്ള കൂട്ടുപുരി ഗംഭുജലാണേ, മോഹന ചുണ്ട് പവിഴത്തിന്റെയോ സുഭാണേ. തഞ്ചമിൽ ചിരിച്ചു കണ്ടാൽ നല്ല സൂറത്താണേ, കാവകണ്ടഴകുരയാളില്ല വാക്കൊന്നാണേ. അഞ്ജന കണ്ണ് തിളങ്ങും വട്ടമുഖമാണേ, അഞ്ചിടുമാരും അവരെ കാണുക നിജമാണേ. യൂസുഫിനെ കണ്ട സുലേഖയിൽ അത്ഭുതവും സന്തോഷവും ഉയർന്നു പൊങ്ങി. ആ സുന്ദരമുഖത്ത് നിന്നും കണ്ണെടുക്കുവാൻ അവൾക്ക് സാധിച്ചില്ല. സ്വപ്നത്തിൽ വന്ന് ഹൃദയം അപഹരിച്ച തന്റെ പ്രാണനാഥൻ ഇതാ തന്റെ മുൻപിൽ നിൽക്കുന്നു. ബീവി മഞ്ചൊത്തെ മുഖത്തൊന്നേ നോക്കി കണ്ട് വിരിമാറും കണ്ണും മുഖവും ഒന്നോർത്തി വിണ്ടേ. കണ്ടുള്ള ചന്ദ്രകുമാരൻ തീർത്തും നീവനാണെന്നോർത്തും കൽബുല്ലസിച്ച് തന്നുള്ളം തോടി തോടിച്ച് എല്ലാം എന്നിൽ പറഞ്ഞിട്ടെന്നെ ചതിച്ച്. ബീവി മഞ്ചൊത്ത മുഖത്തൊന്നേ നോക്കി കണ്ട് വിരിമാറും കണ്ണും മുഖവും ഒന്നോർത്തിണ്ടേ. വികാരം നിയന്ത്രിക്കാനാവാതെ സുലേഖ മുന്നോട്ട് കുതിച്ചു. പെട്ടെന്ന് പിറകിൽ നിന്ന് ജമീല അവളുടെ കൈക്ക് കടന്നു പിടിച്ചു. മഹാറാണി, എന്താണ് ഈ കാണിക്കുന്നത്? ജമീല, ഇത് അദ്ദേഹമാണ്, എന്റെ സ്വപ്നകുമാരൻ. മഹാറാണി, പരിസരം മറന്നൊന്നും പ്രവർത്തിക്കരുത്. സമാധാനപ്പെടൂ, എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. ഈ സമയം ലേലം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സാധാരണക്കാരും സമ്പന്നരും പ്രഭുക്കന്മാരും നാട്ടുപ്രമാണികളും എല്ലാം ലേലത്തിൽ പങ്കെടുത്തു. ലേലത്തുക എല്ലാ പരിധികളും വിട്ട് ഉയർന്നുകൊണ്ടിരുന്നു. സുലേഖ അക്ഷമയായി. അവൾ ഖിത്തിഫീറിനോട് പറഞ്ഞു, പ്രഭു, എന്ത് വിലയാണെങ്കിലും ആ അടിമയെ നമ്മുടെ കൊട്ടാരത്തിലാണ് ആവശ്യം. അവനെ നമുക്ക് തന്നെ വാങ്ങിക്കണം. സുലേഖയുടെ അഭിപ്രായം മാനിച്ച് ഖിത്തിഫീർ മുന്നോട്ട് ചെന്നു. ഹേ മാലിക്കേ, ഈ അടിമയ്ക്ക് എന്ത് തുക വേണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം? മാലിക് വളരെ ഭവ്യതയോടെ പറഞ്ഞു, പ്രഭു, ലേലത്തുക ഇത്രയായ സ്ഥിതിക്ക് ഇവന്റെ തൂക്കത്തിൽ സ്വർണം കിട്ടണമെന്നാണ് അടിയന്റെ ആഗ്രഹം. ശരി, നിങ്ങളുടെ വില നാം സമ്മതിച്ചിരിക്കുന്നു. അസീസിന്റെ വാക്കുകൾ കേട്ട് സന്തോഷഭരിതനായ മാലിക് ലേലം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. വാക്കുപ്രകാരം ഖിത്തിഫീർ യൂസുഫിന്റെ തൂക്കത്തിന് സ്വർണം നൽകി. വിലപത്രവും പരസ്പരം കൈമാറി. യൂസുഫിനെയും കൊണ്ട് അസീസും പരിവാരങ്ങളും പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ മാലിക് അവരെ സമീപിച്ചു. പ്രഭു, പുറപ്പെടുന്നതിന് മുൻപ് യൂസുഫിനോട് അല്പം സംസാരിക്കുവാൻ അനുവദിക്കണം. ശരി, അങ്ങനെയാകട്ടെ. മാലിക് യൂസുഫിനെ അല്പം അകലേക്കും കൊണ്ടുപോയി. യൂസുഫെ, ഇവിടെ വെച്ച് നാം പിരിയുകയാണ്. എന്റെ ജീവിതത്തിൽ
അളവറ്റ സൗഭാഗ്യം നേടിത്തന്ന നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ നീ ആരാണെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. വേർപിരിയുന്ന ഈ സമയത്തെങ്കിലും ആ സത്യം എന്നോട് പറഞ്ഞുകൂടെ? മാലിക്കേ, ഞാൻ കൻആനിലെ യാക്കൂബ് നബിയുടെ പുത്രൻ യൂസുഫാണ്. ഇത് കേട്ട് മാലിക് പരിഭ്രമിച്ചുപോയി. ഒരു പ്രവാചകന്റെ പുത്രനെയാണ് താൻ ഒരടിമയായി വിറ്റത് എന്നറിഞ്ഞ മാലിക്കിന്റെ ഹൃദയത്തിൽ ഭയവും പരിഭ്രാന്തിയും വർദ്ധിച്ചു. യൂസുഫേ, നീ എന്നോട് പൊറുക്കണം. എന്നിൽ നിന്ന് സംഭവിച്ച കൊടും പാതകങ്ങൾ നീ എനിക്ക് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. യൂസുഫ് അയാളെ സമാധാനപ്പെടുത്തി തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അസീസും സംഘത്തോടുമൊപ്പം കൊട്ടാരത്തിലേക്ക് തിരിച്ചു. തമ്പുരാട്ടി എന്നൊരു മണിയറ ഒരുക്കിയേ, തഞ്ചമുള്ള വെള്ളപ്രഭ കൊണ്ടലങ്കരിച്ചതേ, അമ്പറും കസ്തൂരി കസ്തു ചെമ്പകപ്പു വാസന, അത്രയോ മറയ സപ്രമഞ്ജലങ്ങും വീശണ, ഇമ്പമാൽക്കുടയ്ക്ക പലവിധ നിറത്തിലാം, ചുട്ടുപട്ടി ചെറിപിടിപ്പിച്ചേലിഭാസണിഞ്ഞിടാം, തമ്പുരാട്ടി എന്നൊരു മണിയറ ഒരുക്കിയേ, തഞ്ചമുള്ള വെള്ളപ്രഭ കൊണ്ടലങ്കരിച്ചതേ. കൊട്ടാരത്തിൽ പ്രത്യേകമായ ഒരു മുറി സുലേഖ യൂസുഫിന് വേണ്ടി അണിയിച്ചൊരുക്കി. അലങ്കാര വസ്തുക്കൾ കൊണ്ടും രത്നക്കമ്പളങ്ങളാലും ആ മുറി മനോഹരമായി മൂടിപിടിപ്പിച്ചു. യൂസുഫിന്റെ പരിചരണങ്ങൾക്കായി പ്രത്യേകം പരിചാരകരെയും നിയമിച്ചു. കൊട്ടാരത്തിന്റെ സുഖലോലുപതയിൽ ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. തന്റെ ഉള്ളിൽ അമർത്തി വെച്ചിരിക്കുന്ന മധുര വികാരങ്ങൾ തന്റെ സ്വപ്ന കാമുകനെ അറിയിക്കുവാൻ സുലേഖ അവസരം പാർത്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൂനിലാവൂതിയുള്ള ഒരു രാത്രി സുലൈഖാവി പുടവകൾ അണിയുവാൻ തുടങ്ങിടും. പൂനിലാവൂതിയുള്ള ഒരു രാത്രി സുലൈഖാവി പുടവകൾ അണിയുവാൻ തുടങ്ങിടും. വാനത്തിൻ നിറമുള്ള ഉടുപ്പും പട്ടുചേലയും വഞ്ചിയാളണിഞ്ഞൊരുങ്ങിയും ചമഞ്ഞേ, വാനത്തിൽ നിറമുള്ള ഉടുപ്പും പട്ടുചേലയും വഞ്ചിയാളണിഞ്ഞൊരുങ്ങിയും ചമഞ്ഞേ, ദിനത്തെ മികച്ചിടാൻ നവരത്നമുത്തി ചൂടി ചിങ്കാരി ചിരിച്ചും കൊണ്ടരികിൽ വന്നേ, ദിനത്ത് മികച്ചിടാൻ നവരത്നമുത്തു ചൂടി ചിങ്കാരി ചിരിച്ചും കൊണ്ടരികിൽ വന്നേ, പൂനിലാവൂതിച്ചുള്ള ഓരോ രാത്രി സുലൈഖാവി പുടവകൾ അണിയുവാൻ തുടങ്ങിടുന്നേ. പൂനിലാവ് പരന്നൊഴുകുന്ന മനോഹരമായ ഒരു രാത്രി. കൊട്ടാര ഉദ്യാനത്തിൽ യൂസുഫ് ഏകനായിരിക്കുകയാണ്. ഈ സമയം സുന്ദരിയായ സുലൈഖ അതിമോടിയിൽ വസ്ത്രധാരണം ചെയ്ത് അങ്ങോട്ട് നടന്നെടുത്തു. മഹാറാണിയെ കണ്ട് യൂസുഫ് എഴുന്നേറ്റു. അവൾ യൂസുഫിനെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു. വരൂ യൂസുഫെ, നമുക്ക് ഈ ഉദ്യാനത്തിൽ അല്പം നടക്കാം. പൂനിലാവ് കളം വരയ്ക്കുന്ന മനോഹരമായ ആ ഉദ്യാനത്തിലൂടെ അവർ ഇരുവരും നടന്നു. അതുല്യ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന യൂസുഫിന്റെ മുഖത്തേക്ക് കാമാർത്തിയായ നയനങ്ങളോടെ സുലേഖ നോക്കി. എന്നിട്ട് പറഞ്ഞു, യൂസുഫെ, നിന്റെ തലമുടി എത്ര മനോഹരമായിരിക്കുന്നു. നക്ഷത്രങ്ങളെക്കാൾ തിളക്കമാർന്ന ആ കണ്ണുകൾക്ക് എന്തൊരു വശ്യതയാണ്. തങ്ക നിറമാർന്ന ആ കവിൾത്തടങ്ങൾ ചെമ്പനീർ പൂവിനേക്കാൾ മൃദുലമാണ്. ആ പവിഴച്ചുണ്ടുകളുടെ മധു നുകരുവാൻ ലോകത്ത് ഏതൊരു തരണിയാണ് ആഗ്രഹിക്കാത്തത്? സുലേഖയുടെ വർണ്ണന കേട്ട് യൂസുഫ് പറഞ്ഞു, മഹാറാണി, ഏതൊരു നിമിഷവും നശിച്ചു പോകുന്ന ഈ ശരീരത്തെക്കുറിച്ച് എന്ത് വർണ്ണിക്കാനാണ്? ഈ ശരീരവും ഈ സൗന്ദര്യവും ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് മണ്ണ് ചേരേണ്ടതല്ലേ? പ്രിയ യൂസുഫെ, നാളുകളായി എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചിരുന്ന എന്റെ ജീവരഹസ്യം അങ്ങയോട് പറയുവാൻ ഞാൻ എത്ര നാളായി കൊതിക്കുന്നു. ഇന്നെല്ലാം എനിക്ക് നിന്നോട് പറയണം. അന്നെന്റെ സുന്ദര സ്വപ്നത്തിൽ വന്നു നീ ചരത്തിരുന്നേ പോയില്ലയോ? അന്ന് മുതൽ ഞാൻ കൊതിച്ചു പ്രാണന്റെ മാറത്തിൽ ഒന്നണഞ്ഞിടുവാൻ.
എന്നോട് മറുത്തുരയണ്ട മോഹനനെ നിനക്കായി ഞാൻ ഒത്തിരി കാലമായി കാത്തിരിക്കുന്നു ഞാൻ നിൻ മധുരങ്ങൾ നുകരുവാൻ. സുന്ദര പൂമുഖം കാണുമ്പോൾ എന്റെ സ്വപ്നങ്ങൾ ഓർത്തുള്ളം തുള്ളും നീ. സുന്ദരാംഗൻ വന്ന് കാണുവാൻ എത്രയോ നാളായി കൽഭകം കേഴുന്നു. അന്നെന്റെ സുന്ദര സ്വപ്നത്തിൽ വന്നു നീ ചാരത്തിരുന്ന് പോയില്ലയോ. അന്നേ മുതൽ ഞാൻ കൊതിച്ചു പ്രാണന്റെ മാറത്തിൽ ഒന്നണഞ്ഞിടുവാൻ. യൂസുഫേ, മനസ്സിൽ സ്വപ്നങ്ങളും മോഹങ്ങളും തളിർത്ത കാലം മുതൽ എന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്ന രൂപം നിന്റേതു മാത്രമാണ്. എന്റെ മോഹങ്ങൾ ഉള്ളിലൊതുക്കി നീ ഇന്ന് വരും നാളെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇത്രയും കാലം കാത്തിരുന്നു. ഇന്ന് എന്റെ സ്വപ്നം സഫലമായി. എന്റെ സ്വപ്നനാഥനെ എനിക്ക് കിട്ടി. യൂസുഫേ, നീ എന്റേതാണ്, എന്റേത് മാത്രം. അവൾ യൂസുഫിനെ മാറോടണയ്ക്കാൻ ശ്രമിച്ചു. യൂസുഫ് ഞെട്ടി പുറകോട്ട് മാറി. മഹാറാണി, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നിങ്ങളുടെ കേവലം ഒരടിമ മാത്രമാണ്. ലൗകികമായ ചിന്തകളിൽ നിന്നും പ്രാണിയുടെ മനസ്സിനെ കഴിവതും വേഗം മോചിപ്പിക്കൂ. എല്ലാം അറിയുന്ന സൃഷ്ടാവിന്റെ വിധി വിലക്കുകളെ കുറിച്ച് ചിന്തിക്കൂ. ഇത്രയും പറഞ്ഞ് യൂസുഫ് അവിടെ നിന്നും വേഗത്തിൽ നടന്നു നീങ്ങി. ഹൃദയം പൊട്ടുന്ന വേദനയോട് യൂസുഫ് നടന്നു നീങ്ങുന്നത് നോക്കി സുലൈഖ നിന്നു. പിന്നീട് പല പ്രാവശ്യവും സുലൈഖ യൂസുഫിനോട് പ്രേമാഭ്യർത്ഥന നടത്തി. വർണ്ണച്ചന്താമര കൈകൾ കൊണ്ടൊന്ന് കെട്ടിപ്പൂണേരുവിൻ യൂസുഫേ, വേണ്ടും വിധം അപേക്ഷിച്ചിട്ടും അങ്ങ് ഒട്ടും മാനം മാറുന്നില്ലല്ലോ. വർണ്ണച്ചന്താമര കൈകൾ കൊണ്ടൊന്ന് കെട്ടിപ്പുണരുവിൻ യൂസുഫേ, വേണ്ടും വിധം അപേക്ഷിച്ചിട്ടും അങ്ങ് ഒട്ടും മനം മാറുന്നില്ലല്ലോ. ഭരണാധിപൻ ആസീസില്ല എന്നിങ്ങി വല്ലാതെ എനിക്കാശ തോന്നുന്നു. ചെമ്പാവിഴച്ചുണ്ടും കൂട്ടമുള്ള പുഞ്ചിരിയോടങ്ങടേവാ. ഭരണാധിപൻ ആസീസില്ല എന്നിങ്ങി വല്ലാതെ എനിക്കാശ തോന്നുന്നു. ചെമ്പാവിഴച്ചുണ്ടും കൂട്ടമുള്ള പുഞ്ചിരിയോടൊന്നടുത്തുവാ. വെണ്ണക്കൽ നക്ഷത്രങ്ങൾ മറഞ്ഞു പോയി മാടി വിളിക്കുന്നു പഞ്ചണ. മെത്തയിൽ ഒന്ന് ചരിഞ്ഞിടാൻ വരൂ, ഒത്ത സമയം കളയല്ലേ. വർണ്ണച്ചന്താമര കൈകൾ കൊണ്ടൊന്ന് കെട്ടിപ്പുണരുവിൻ യൂസുഫേ, വേണ്ടും വിധം അപേക്ഷിച്ചിട്ടും അങ്ങ് ഒട്ടും മാനം മാറുന്നില്ലല്ലോ. പിന്നീട് പല സന്ദർഭങ്ങളിലും സുലൈഖ യൂസുഫിനോട് പ്രേമാഭ്യർത്ഥനകൾ നടത്തി. എന്നാൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുവാനോ ഇംഗിതത്തിന് വഴങ്ങാനോ യൂസുഫ് തയ്യാറായില്ല. നിരാശയായ അവൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തന്റെ അരമനയിൽ തന്നെ കഴിഞ്ഞുകൂടി. രാത്രിയുടെ ഏകാന്തതയിൽ തന്റെ സ്വപ്നകുമാരനെ കുറിച്ച് ഓർത്ത് അവൾ മനം പൊട്ടിക്കരഞ്ഞു. നീറുന്ന അവളുടെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം പകരുവാൻ തോഴിയായ ജമീല ആവുന്നത് ശ്രമിച്ചു. ഈ സന്ദർഭത്തിൽ സുലൈഖയുടെ ആഗ്രഹപ്രകാരം അസീസ് അവൾക്ക് വേണ്ടി പുതിയൊരു മണിമന്ദിരം പടുത്തുയർത്തി. ദാറുൽ കറാം എന്ന് അതിന് പേര് നൽകി. ദാറുൽ കറാമത്തെന്നുള്ളൊരു വെള്ളക്കൊട്ടാരത്തിൽ അഴകി കൂറാൻ ചിത്രകുപ്പുകൾ ശില്പസമ്പൂർണ്ണ കൊത്തേ പണികളും ഒത്തിരി മിന്നണ മുത്തുവൈരങ്ങൾ പിടിപ്പിച്ചന്നേ. ഗന്ധർവത്തിൽ കോമളവാതിൽ കടിപ്പിച്ചന്നേ. ദാറുൽ കറാമത്തെന്നുള്ളൊരു വെള്ളക്കൊട്ടാരത്തിൽ അഴകു കൂറാൻ ചിത്രകുപ്പുകൾ ശില്പസമ്പൂർണ്ണ കൊത്ത് പണികളും ഒത്തിരി മിന്നണ മുത്തുവൈരങ്ങൾ പിടിപ്പിച്ചന്നേ. ഗന്ധർവത്തിൽ കോമളവാതിൽ കടിപ്പിച്ചന്നേ. ദാറുൽ കറാമത്തെന്നുള്ളൊരു വെള്ളക്കൊട്ടാരത്തിൽ അഴകി കൂറാൻ ചിത്രകുപ്പുകൾ
ശില്പസമ്പൂർണ്ണ കൊത്തി പണികളും ഒത്തിരി മിന്നണ മുത്തുവൈരങ്ങൾ പിടിപ്പിച്ചന്നേ ഗന്ധർവത്തിൽ കോമളവാതിൽ കഴിപ്പിച്ചന്നേ. സുന്ദരമായ ആ മണിമന്ദിരത്തിലേക്ക് സുലേഖ താമസം മാറി. ഒരു ദിവസം അന്ന് അസീസും പരിവാരങ്ങളും കാട്ടിൽ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ഈ സമയം ജമീല യൂസുഫിന്റെ സമീപത്തേക്ക് ചെന്നു. യൂസുഫെ, മഹാറാണി അങ്ങേ വിളിക്കുന്നു. യൂസുഫിന്റെ മനസ്സിൽ ഭയവും സംശയമുണ്ടായി. എങ്കിലും മഹാറാണിയുടെ കൽപ്പന പ്രകാരം യൂസുഫ് ആ മണിമന്ദിരത്തിലേക്ക് ചെന്നു. യൂസുഫിനെയും പ്രതീക്ഷിച്ച് സുലൈഖ മന്ദിരത്തിന്റെ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ എന്നത്തേക്കാളും ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. സുലേഖ യൂസുഫിനെ എതിരേറ്റ് അകത്ത് അവളുടെ മണിമന്ദിരത്തിൽ കൊണ്ടുചെന്നിരുത്തി. എന്നിട്ട് പ്രേമപരവശിയായി പറഞ്ഞു, യൂസുഫേ, നോക്കൂ, ഈ കാണുന്ന സൗഭാഗ്യങ്ങളും ഞാനും എല്ലാം നിനക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇന്ന് ഈ മണിമന്ദിരത്തിന്റെ 4 അതിരുകൾക്കുള്ളിൽ ഞാനും നീയും മാത്രം. എന്റെ ആഗ്രഹങ്ങൾ നീ അറിയുന്നില്ലേ യൂസുഫേ? നീ അറിയുന്നില്ലേ? പെട്ടെന്ന് യൂസുഫ് ആ മണിമഞ്ചത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. മഹാറാണി, പാപമാർഗത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ മണിമന്ദിരത്തിന്റെ 4 അതിരുകൾക്കുള്ളിൽ നിങ്ങൾ ഞാനുമല്ലാതെ സർവശക്തനായ ഇലാഹ് കൂടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു. അവന്റെ വിധി വിലക്കുകളും നിങ്ങൾ മറന്നു. മഹാറാണി, ഹറാമായ ചിന്തകൾ മനസ്സിൽ നിന്നും അകറ്റൂ. ഇത്രയും പറഞ്ഞ് യൂസുഫ് പുറത്തേക്കിറങ്ങുവാൻ ഭാവിച്ചു. സുലേഖ സർവശക്തിയും ഉപയോഗിച്ച് യൂസുഫിനെ കടന്നു പിടിച്ചു. യൂസുഫേ, നീ പോകരുത്, നീ പോകരുത്. മഹാറാണി, വിടൂ, എന്നെ വിടൂ. അവൾ കൂടുതൽ ശക്തിയിൽ യൂസുഫിനെ തന്നിലേക്ക് ചേർത്തു. ഇല്ല യൂസുഫേ, ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ വിടില്ല. പിടിയിലും വലിയിലും പെട്ട് യൂസുഫിന്റെ ഉടുപ്പിന്റെ പിൻഭാഗം കീറി. ഈ സമയം അപ്രതീക്ഷിതമായി അസീസ് അങ്ങോട്ട് കടന്നു ചെന്നു. സുലേഖ! ഭർത്താവിനെ കണ്ട സുലേഖ അദ്ദേഹത്തിന് മുൻപിലേക്ക് ഓടിച്ചെന്നു. പ്രഭോ, അങ്ങില്ലാത്ത സമയം നോക്കി ഇവൻ എന്റെ അരമനയിൽ കടന്നു വന്ന് എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അസീസിന്റെ മുഖം കോപത്താൽ ചുവന്നു തുടുത്തു. എടാ വഞ്ചക, ഞാൻ നിന്റെ തൂക്കത്തിന് സ്വർണം കൊടുത്ത് വാങ്ങിച്ചു, ഒരു സഹോദരനെ പോലെ സ്നേഹിച്ചു. നീ എന്റെ ഭാര്യയെ അപമാനപ്പെടുത്തുവാൻ ശ്രമിക്കുകയോ? ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. ഖിത്ഫീറിന്റെ കൈകൾ തന്റെ വാളിൽ അമർന്നു. പെട്ടെന്ന് യൂസുഫ് പറഞ്ഞു, പ്രഭോ, അങ്ങെന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. പക്ഷേ ഞാൻ നിരപരാധിയാണ്. മഹാറാണി കഴിഞ്ഞാൽ ആ സത്യം അറിയാവുന്ന ഒരേ ഒരാൾ എന്റെ സൃഷ്ടാവ് മാത്രമാണ്. അസീസ് ചിന്താക്കുഴപ്പത്തിലായി. ആരെ വിശ്വസിക്കണം? ആര് പറയുന്നതാണ് ശരി? ഈ സമയം സുലേഖയുടെ ഒരു ബന്ധു യാദൃച്ഛികമായി അവിടേക്ക് കടന്നു ചെന്നു. വിവരങ്ങൾ ഗ്രഹിച്ച അയാൾ പറഞ്ഞു, പ്രഭു, തെറ്റ് ചെയ്തത് ആരാണെന്നറിയുവാൻ യൂസുഫിന്റെ ഉടുപ്പ് പരിശോധിച്ചാൽ മതി. അതിന്റെ മുൻഭാഗമാണ് കീറിയിട്ടുള്ളതെങ്കിൽ യൂസുഫ് തെറ്റുകാരൻ, അതല്ല പിൻഭാഗമാണ് കീറിയിട്ടുള്ളതെങ്കിൽ സുലൈഖയാണ് തെറ്റുകാരി. അസീസ് ഉടുപ്പ് പരിശോധിച്ചു. അതിന്റെ പിൻഭാഗം കീറിയിരിക്കുന്നു. തന്റെ ഭാര്യയാണ് കുറ്റക്കാരി എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഈ സംഭവം വളരെ രഹസ്യമായി സൂക്ഷിക്കുവാൻ ഖിത്ഫീർ അവിടെ കൂടിയവരോട് പറഞ്ഞു. എന്നാൽ അരമനയിൽ നടന്ന രഹസ്യം അങ്ങാടിയിൽ പാട്ടായി. നാട്ടിലാകെ പരക്കുന്ന പുതുവാർത്ത, നമ്മുടെ റാണി സുലേഖ ചെയ്ത ചതി വാർത്ത. ഏറെ അഴകുണ്ട് എങ്കിലും ഈ പടുവന്റെ പിമ്പിലോതി മഹാറാണി. എന്തൊരജബാണ് റബ്ബേ സ്വന്തം, അരജന്നത്ത് പിന്നിത് കഷ്ടം, മഞ്ചനയാണിത് നഷ്ടം. അവസാനമോളം നാട്ടിലാകെ പരക്കുന്നു പുതുവാർത്ത, നമ്മുടെ റാണി സുലേഖ ചെയ്ത ചതി വാർത്ത. ഏറെ അഴകുണ്ട് എങ്കിലും ഈ വടുവന്റെ പിമ്പിലോടി മഹാറാണി. എന്തൊരജബാണ് റബ്ബേ സ്വന്തം, അരജന്നത്ത് പിന്നിത് കഷ്ടം, മഞ്ചനയാണിത് നഷ്ടം. അവസാനമോളം നാട്ടിലാകെ പരക്കുന്നു പുതുവാർത്ത, നമ്മുടെ റാണി സുലേഖ ചെയ്ത ചതി വാർത്ത. പൊതുനിരത്തുകളിലും ചന്തകളിലും കുളക്കടവിലും എന്നു വേണ്ട 4 പെണ്ണുങ്ങൾ കൂടുന്ന ഏതൊരു സ്ഥലത്തും കൊട്ടാരത്തിലെ ഈ വിശേഷമായിരുന്നു പറയുവാനുണ്ടായിരുന്നത്. കഥയറിഞ്ഞോടി മിസറിലെ മന്നൻ, റാണി സുലൈഖ വഞ്ചന ചെയ്തു, കപടമില്ലാത്തൊരു ചെക്കനും കന്നാൻ വടുവനുമാണ്. യൂസുഫ് കാമിനി തൻ അരമനയിൽ വരുത്തി ചതിച്ചെടി പെണ്ണേ. കഥയറിഞ്ഞോടി മിസറിലെ മന്നൻ, റാണി സുലൈഖ വഞ്ചന ചെയ്തു, കപടമില്ലാത്തൊരു ചെക്കനും കന്നാൻ വടുവനുമാണ്.
യൂസുഫ് കാമിനി തൻ അരമനയിൽ വരുത്തി ചതിച്ചടി പെണ്ണേ. ഇത് കേട്ടുകൊണ്ട് മറ്റൊരുത്തി പറഞ്ഞു, അത് ശരിയല്ലടി പൊളി പറയല്ലേ, അവനൊരു പെൺകൊതിയേറിയ നാടി, അരമന തന്നിലെ റാണിയെ കണ്ടതിൽ മോഹവികാരം കൊണ്ട് ആശകളേറിയും അമ്മച്ചിയോട് കടന്നു പിടിച്ചേ. അധിപതി റാണി സുലൈഖ തൻ തോഴി, അണുമണി കളവുരയാത്തൊരു പെണ്ണ്, അഴകി പറഞ്ഞതിൽ പതിരുകളൊന്നുമയില്ലടി പെണ്ണെ. അജബം ആണുങ്ങളെ പെണ്ണുങ്ങൾ പിടിക്കും സമാനിങ് വന്നേ. ഓ, ഇത് കേട്ടാൽ തോന്നും നീ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്ന്. മതിയടി പിത്തന പനേലടി നുണച്ചി, മന്നന സീസറിയും മെടിപ്പഹച്ചി, മാളിക മേലെയും റോട്ടിലും വീട്ടിലും പാട്ടുകളാണ്. അതിനാൽ മറക്കുവാൻ നീ തുനിഞ്ഞാളത് മായുകയില്ലടി പെണ്ണേ. മതിയടി പിത്തന പറയലടി നുണച്ചി, മന്നന സീസറിയും മെടിപ്പഹച്ചി, മാളിക മേലെയും റോട്ടിലും വീട്ടിലും പാട്ടുകളാണ്. അതിനാൽ മറക്കുവാൻ നീ തുനിഞ്ഞാളത് മായുകയില്ലടി പെണ്ണേ. സ്ത്രീകളുടെ അപവാദ പ്രചരണങ്ങൾ ഈ വിധം നീണ്ടുപോയി. തന്നെക്കുറിച്ചുള്ള ദുഷ്പ്രചരണങ്ങൾ നാട്ടിൽ പ്രചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ബുദ്ധിമതിയായ സുലേഖ തന്റെ പേരിലുള്ള അപവാദങ്ങൾ ഇല്ലാതാക്കാൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു. നാട്ടിലുള്ള മാന്യ വനിതകളെ എല്ലാം അവർ കൊട്ടാരത്തിൽ ഒരു വിരുന്ന് സൽക്കാരത്തിന് വിളിച്ചു വരുത്തി. വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ അവർക്ക് നൽകി. സദ്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ യൂസുഫിന് സമീപത്തേക്ക് ചെന്നു. യൂസുഫെ, എന്നെക്കുറിച്ചുള്ള അപവാദങ്ങൾ നാട്ടിലുടനീളം പരക്കുകയാണ്. അതിന് അല്പമെങ്കിലും ഒരറുതി വരുത്തുവാൻ ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് നിന്റെ സഹായം കൂടി എനിക്ക് വേണം. മഹാറാണി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യൂസുഫെ, നീ ആ വിരുന്ന് ഹാളിന് പുറത്തു വന്ന് നിൽക്കണം. ഞാൻ 3 എന്ന് വിളിച്ചു പറയുമ്പോൾ നീ ആ ഹാളിലൂടെ നടന്നു പോകണം. ഇത്ര മാത്രം ചെയ്താൽ മതി. യൂസുഫ് ആ നിർദ്ദേശപ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു. സദ്യയെല്ലാം കഴിഞ്ഞ് സ്ത്രീകൾ പോകാനൊരുങ്ങുമ്പോൾ സുലേഖ അവരുടെ മുൻപിലേക്ക് ചെന്നു. സഹോദരികളെ, നിങ്ങൾ ഒരല്പസമയം കൂടിയിരിക്കണം. നിങ്ങളിൽ ഒരാൾക്ക് ഞാനൊരു സമ്മാനം തരുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് സുലൈഖ രത്നങ്ങൾ പതിച്ച മനോഹരമായ ഒരു മാല ഉയർത്തി കാണിച്ചു. ദാ, ഇതാണ് സമ്മാനം. പക്ഷേ നിങ്ങളിൽ ആർക്ക് തരണമെന്നുള്ളത് ഒരു മത്സരത്തിലൂടെയാണ് തീരുമാനിക്കുന്നത്. ആ മത്സരം എന്തെന്നറിയുവാൻ സ്ത്രീകൾക്ക് ഉത്കണ്ഠയായി. ഈ സമയം സുലൈഖയുടെ കൽപ്പന പ്രകാരം പരിചാരികമാർ ഓരോ ആപ്പിളും കത്തിയും ഓരോരുത്തരുടെയും മുൻപിൽ കൊണ്ടുവച്ചു. ഇനി മത്സരം എന്താണെന്ന് പറയാം. ഞാൻ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആപ്പിളും കത്തിയും കയ്യിലെടുക്കണം. 2 എന്ന് പറയുമ്പോൾ കത്തി ആപ്പിളിന് മുകളിൽ വയ്ക്കണം. 3 എന്ന് പറയുമ്പോൾ ആപ്പിൾ മുറിക്കുകയും വേണം. നിങ്ങളിൽ ആരാണോ ആദ്യം ആപ്പിൾ മുറിക്കുന്നത് അയാൾക്ക് ഞാൻ ഈ മാല സമ്മാനമായി കൊടുക്കും. എന്താ, എല്ലാവരും തയ്യാറല്ലേ? ശരി, മത്സരം തുടങ്ങാം. 1, സ്ത്രീകൾ ആപ്പിളും കത്തിയും കയ്യിലെടുത്തു. 2, അവർ കത്തിയും ആപ്പിളിന് മുകളിൽ ചേർത്ത് വെച്ചു. 3, അവർ ആപ്പിൾ മുറിക്കുവാൻ ആരംഭിച്ചു. ഈ സമയം യൂസുഫ് ആ ഹാളിലൂടെ നടന്നു നീങ്ങി. ആപ്പിൾ മുറിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ അതിശയിച്ചുപോയി. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ആകാശത്തിൽ നിങ്ങി പൊട്ടി വീണതാണോ എന്തോരാജായിബാണേ പടച്ചോനെ, ചെന്താമരപ്പൂവാണോ അതല്ലെങ്കിൽ സ്വർഗവിളക്കിതാണോ? ആകാശത്തിൽ നിങ്ങി പൊട്ടി വീണതാണോ എന്തോരാജായിബാണ് പടച്ചോനെ, ചെന്താമരപ്പൂവാണോ അതല്ലെങ്കിൽ സ്വർഗവിളക്കിതാണോ? ആകാംക്ഷയോടെല്ലാ പെണ്ണുങ്ങളും യൂസുഫിന്റെ മുഖത്തെ നോക്കി. ദുനിയാവിന്റെ ഓർമ്മകളും മറന്ന് അവർക്കെല്ലാം മോഹങ്ങളും നിറഞ്ഞേ. ആകാംക്ഷയോടെല്ലാ പെണ്ണുങ്ങളും യൂസുഫിന്റെ മുഖത്ത് നോക്കി. ദുനിയാവിന്റെ ഓർമ്മകളും മറന്ന് അവർക്കെല്ലാം മോഹങ്ങളും നിറഞ്ഞേ. ആകാശത്തിൽ നിങ്ങി പൊട്ടി വീണതാണോ എന്തോരാജായിബാണ് പടച്ചോനെ, ചെന്താമരപ്പൂവാണോ അതല്ലെങ്കിൽ സ്വർഗവിളക്കിതാണോ? ആ തുല്യ ലാവണ്യത്തിൽ ലയിച്ച് പരിസരബോധം പോലും നഷ്ടപ്പെട്ട ആ സ്ത്രീകൾ ആപ്പിൾ മുറിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ വിരലുകൾ മുറിഞ്ഞ് രക്തം ഒഴുകുന്ന വിവരം അറിഞ്ഞതേയില്ല. സുലേഖ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, ആപ്പിൾ മുറിക്കുവാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വിരലുകളാണല്ലോ മുറിക്കുന്നത്. റാണിയുടെ വാക്കുകൾ കേട്ട്
പരിസരബോധം വീണ്ടും കിട്ടിയ അവൾ ലജ്ജിച്ച് തലതാഴ്ത്തി. ഇപ്പോൾ കടന്നുപോയ ആ യുവാവിനെയും എന്നെയും കുറിച്ചാണ് നാട്ടിൽ അപവാദങ്ങൾ പ്രചരിക്കുന്നത്. ആ യുവാവിനെ ഒരു നിമിഷം കണ്ട മാത്രയിൽ നിങ്ങൾ സ്വയം മറന്ന് നിങ്ങളുടെ വിരലുകൾ മുറിച്ചു. മാസങ്ങളായി ഈ കൊട്ടാരത്തിൽ എന്നോടൊപ്പം കഴിയുന്ന ആ യുവ കോമളനെ ഞാൻ മോഹിച്ചുപോയെങ്കിൽ അതിൽ എന്താണൊരു തെറ്റ്? ആ സ്ത്രീകൾക്ക് മറുപടിയൊന്നും പറയുവാനില്ലായിരുന്നു. അവരിൽ പലരും സുലേഖയോട് ക്ഷമാപണം ചെയ്ത് പിരിഞ്ഞുപോയി. കൊട്ടാരത്തിലെ സംഭവങ്ങളിലും നാട്ടിലെ പ്രചരണങ്ങളിലും മാനസികമായി തളർന്ന യൂസുഫ് അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. കരയേറ്റ റഹ്മാനെ പടിവുറ്റേറാണിയിൽ നിന്നുള്ള ദുനിയാവേ നിറവുറ്റേതായതാൽ സങ്കല്പം തെറ്റും നേ, സങ്കല്പം തെറ്റും നേ. പരിശുദ്ധ കൊട്ടാരം പിരിശപ്പെട്ടെന്നാലും അരിശങ്ങൾ തോന്നും നീ. അതിനാൽ പകരം എനിക്കുന്നു നിന്നെ വണങ്ങുവാൻ ഇടമൊന്നു കാട്ടിത്താ, ഇടമൊന്നു കാട്ടിത്താ. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അതിന്റെ ഫലമെന്നോണം കൊട്ടാരം അരമനയിൽ നടന്ന സംഭവങ്ങൾക്ക് അസീസ് കുറ്റം യൂസുഫിന്റെ പേരിൽ ആരോപിക്കുകയും ഒരു വിചാരണ കൂടാതെ തന്നെ യൂസുഫിനെ ജയിലിൽ അടക്കുകയും ചെയ്തു. പാവമെല്ലാം തീർത്തു ഗുണം കേകിടുമല്ലാഹു, പാടിസ്തുതി വാഴ്ത്തിടുവാൻ തക്കവനല്ലാഹു, പാപമെല്ലാം തീർത്തു ഗുണം കേകിടുമല്ലാഹു. റാഹിമുമല്ലാഹു റാസിഖുമല്ലാഹു, റാഹിമുമല്ലാഹു റാസിഖുമല്ലാഹു. ിടുമല്ലാഹു റാഹിമുമല്ലാഹു റാസിഖുമല്ലാഹു, റാഹിമുമല്ലാഹു റാസിഖുമല്ലാഹു. വല്ലഭനും നല്ലവനും ഉന്നവനല്ലാഹു, വഴിവിളക്കും മനവിളക്കും സകലതുമല്ലാഹു. റാഹിമുമല്ലാഹു റാസിഖുമല്ലാഹു, റാഹിമുമല്ലാഹു റാസിഖുമല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാഗമാണെന്ന് പറഞ്ഞ അവിടുത്തെ പൊന്നോമന പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ദേഹവിയോഗത്തിന്റെ കഥ, ഫാത്തിമ ബീവിയുടെ വഫാത്ത് അടുത്ത കാസറ്റിൽ പ്രതീക്ഷിക്കുക. ഫാത്തിമ ബീവിയുടെ വഫാത്ത്.